ഒരു കഥ പറയാം. ആഫ്രിക്കയുടെ ഹൃദയത്തിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഒരു കുഞ്ഞൻ രാജ്യമായ ബുർക്കിന ഫാസോയിൽ നിന്നുള്ള ഒരു ധീര നേതാവിൻ്റെ കഥ. പേര് ഇബ്രാഹിം ട്രോറെ. വയസ്സ് മാത്രം പ്രായമുള്ള എന്നാൽ 18 അട്ടിമറി ശ്രമങ്ങൾ അതിജീവിച്ച ഒരു പട്ടാള ഭരണാധികാരി. ആരാണ് ഈ ട്രോറെ? എന്തിനാണ് ഫ്രാൻസും അമേരിക്കയും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ ഇയാളെ ഇത്ര ഭയപ്പെടുന്നത്? 1960 ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ബുർക്കിന ഫാസോ മുമ്പ് അപ്പർ വോൾട്ട എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ഈ രാജ്യം ആഭ്യന്തര യുദ്ധങ്ങളുടെയും ഭീകരവാദത്തിൻ്റെയും കെണിയിൽപ്പെട്ടു. 2022 ഒരു പട്ടാള അട്ടിമറിയിലാണ് ഇബ്രാഹിം ട്രോറെ അധികാരത്തിലെത്തുന്നത്. അന്നു മുതൽ ഈ യുവനേതാവ് തൻ്റെ രാജ്യത്തെ പുനർനിർമ്മിക്കാനുള്ള ദൗത്യത്തിലാണ്. പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ട്രോറെ ഫ്രഞ്ച് സൈന്യത്തെ രാജ്യത്ത് നിന്ന് പുറത്താക്കി, പാശ്ചാത്യ സഹകരണം അവസാനിപ്പിച്ചു, സ്വർണ്ണഖനികൾ ദേശസാൽക്കരിച്ചു, റഷ്യ, ക്യൂബ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളുമായി സഖ്യമുണ്ടാക്കി. ഈ നടപടികൾ പാശ്ചാത്യ ലോകത്തെ ഞെട്ടിച്ചു. ഫ്രാൻസിൻ്റെ അംബാസിഡറെ പുറത്താക്കുകയും ഫ്രഞ്ച് സൈന്യത്തോട് പിൻവാങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ മലി, ചാഡ്, സെനഗൽ തുടങ്ങിയ രാജ്യങ്ങളിലും സമാനമായ ആവശ്യങ്ങൾ ഉയർന്നു. ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇതിനെ നന്ദികേടെന്ന് വിശേഷിപ്പിക്കുമ്പോൾ ട്രോറെ പറയുന്നു, എൻ്റെ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുകയാണ് ഞാൻ. ബുർക്കിന ഫാസോയുടെ സമ്പത്ത് സ്വർണത്തിലാണ്. ലോകത്തെ സ്വർണ്ണ ഖനനത്തിൽ 3-ാം സ്ഥാനത്താണ് ഈ രാജ്യം. വർഷം തോറും $1 ബില്യൺ സ്വർണം കയറ്റുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ വിദേശ കോർപ്പറേറ്റുകൾക്കാണ് ലാഭം മുഴുവനും. ട്രോറെ ഇതിനെതിരെ നിന്നു. 2003 2 പ്രധാന സ്വർണ്ണഖനികൾ ദേശസാൽക്കരിച്ചു. സ്വർണ്ണ ശുദ്ധീകരണശാല ആരംഭിക്കാൻ പദ്ധതിയിട്ടു. ഈ വരുമാനം ഇനി ജനങ്ങൾക്ക് ലഭിക്കും. ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായുള്ള പദ്ധതികളും സർക്കാർ പ്രഖ്യാപിച്ചു. ഇബ്രാഹിം ട്രോറയുടെ പരിഷ്കാരങ്ങൾ ബുർക്കിന ഫാസോയെ മാറ്റിമറിച്ചെങ്കിലും ശത്രുക്കളെയും സൃഷ്ടിച്ചു. ഫ്രാൻസിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് വെല്ലുവിളിയായ ട്രോറെ ഒരു ഞെട്ടിക്കുന്ന ആരോപണം ഉന്നയിക്കുന്നു. ഭീകരവാദ ഗ്രൂപ്പുകളെ നാറ്റോ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്ന്. ഈ ആരോപണം സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായി ട്രോറെ ഉയർത്തുന്ന വിമർശനമാണ്. എങ്കിലും ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല. എന്നാൽ ബുർക്കിന ഫാസോയുടെ ഭീകരവാദം ഒരു യാഥാർത്ഥ്യമാണ്. 2024 ജിഹാദി ആക്രമണങ്ങളിൽ 100 കണക്കിന്, ഒരുപക്ഷെ 1000-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഈ അശാന്തി രാജ്യത്തിൻ്റെ സ്ഥിരതയെ തകർക്കുന്നു. പക്ഷേ ട്രോറെ ഈ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുന്നു. അതിനിടയിലും പതിനായിരക്കണക്കിന് ജനങ്ങൾ ട്രോറയെ പിന്തുണച്ച് തെരുവുകളിൽ ഒത്തുചേർന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ചു. 1988 ജനിച്ച ട്രോറെ 22-ാം വയസ്സിൽ സൈന്യത്തിൽ ചേരുന്നത്. 2022 34-ാം വയസ്സിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ നേതാവായി. ആഫ്രിക്കൻ ചെഗുവേര എന്നറിയപ്പെട്ട തോമസ് സങ്കരയോടാണ് ജനങ്ങൾ ട്രോറയെ ഉപമിക്കുന്നത്. സങ്കരയെപ്പോലെ ട്രോറയും സാമ്രാജ്യത്തെ കൊളോണിയൽ വിരുദ്ധതയിൽ വിശ്വസിക്കുന്നു. മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റിനെ കോമറേഡ് എന്ന് വിളിച്ച് ട്രോറെ നടത്തിയ പ്രസംഗം ലോക ശ്രദ്ധ നേടി. എന്നാൽ വിമർശനങ്ങളുമായിരുന്നു. ട്രോറെ വാഗ്ദാനം ചെയ്ത തിരഞ്ഞെടുപ്പ് നടത്തിയില്ലെന്ന് വിമർശകർ പറയുന്നു. രാജ്യത്തിൻ്റെ അശാന്തി തിരഞ്ഞെടുപ്പിന് അനുയോജ്യമല്ലെന്നാണ് അനുകൂലികളുടെ വാദം. ഒരു കാര്യം വ്യക്തം, ട്രോറെ ആഫ്രിക്കൻ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്നു. ഫ്രാൻസിൻ്റെ നവകോളനി വൽക്കരണത്തിനെതിരെ ഒരു കുഞ്ഞൻ രാജ്യത്തിൻ്റെ ധീരമായ പോരാട്ടം. ഇതാണ് ഇബ്രാഹിം ട്രോറയുടെ കഥ. Waytonikah.com, the exclusive Muslim matrimonial site.